ഊവാ അക്ഷരം ഊവാ ഊ കിട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പറയാം പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ. മിണ്ടാഞ്ഞതല്ലേ. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ, തേനൊലിയോ തേങ്ങലോ. ഞങ്ങളെ ഇവിടെ ഈ അന്താക്ഷരി കളിക്കുക. ഒരു പാട്ടിന്റെ അവസാനത്തെ വാക്കിന്റെ അക്ഷരം വെച്ച് അടുത്ത പാട്ട് പാടണം. അന്താക്ഷരിയോ? ഇതാണോ നിങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരുന്നത്? നമ്മുടെ കാർത്തു ഇല്ലേ, അപ്പുറത്തെ കാർത്തുന്റെ വീട്ടിലെ ഒരു പശു രാവിലെ 10 ലിറ്റർ കറന്നോണ്ടിരുന്ന പശു. ഇത് കേട്ടിട്ട് ഇപ്പൊ അത് കയറും പൊട്ടി ചോടിയിരിക്കുക. എവിടാന്ന് പോലും പറഞ്ഞു ഇവിടെ. എന്റെ മാമ ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട് ഇമാതിരി ചളു കൂടെ അടിക്കരുത്. ഇവിടെ ഈ പാട്ട് പാടും. മാത്രമേ പാടാം. ലാലേട്ട അഭിനയിച്ച സിനിമയിലെ പാട്ടുകൾ മാത്രം പാടും. പിടിച്ചോ. തങ്കത്തളികയിൽ തിങ്കളുമായി വന്ന തമിഴ്നാട് ഇത് പറ്റൂല. ഇത് MG സോമൻ സാർ അഭിനയിച്ച ഗായത്രി സിനിമയിലെ പാട്ടാണ്. ഇവിടെ ലാലേട്ടന്റെ പടത്തിലെ പാട്ട്. ലാലേട്ടൻ വരണം. അപ്പൊ ലാലേട്ടന്റെ പാട്ട് തന്നെ വേണം. പിടിച്ചു. ലാലേട്ട ലാലേട്ട ലാലേട്ടൻ ഇല്ല. ലാലേട്ടനുണ്ട്. ലാലേട്ട പാട്ടിലുണ്ടല്ലോ. പാട്ടിലല്ല, ലാലേട്ടൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ട്. ഫാൻ സോങ് ആണിത്. ഇതെ ഞങ്ങള് ലാലേട്ടന്റെ ഫാൻസാണ്. ആണോ? അല്ല, ലാലേട്ടൻ അങ്ങനെ തന്നെ വേണം. അല്ല, അങ്ങനെ തന്നെ വേണമെന്ന് പറയും. ഇതെന്തോ പിങ്കി ഫാൻസ്, റിങ്കി ഫാൻസ്, അളിയൻ ഫാൻസ്, എല്ലാ ഫാൻസുടെ സത്യം പറഞ്ഞാൽ കിട്ടിയ ലാലേട്ടനെ ഒരു ഭാഗ്യവാനാണ്. ഭാഗ്യം. അതെന്ത് കേട്ട് ഇപ്പൊ താവച്ചൊരു പാട്ട് പാട്. ലാലേട്ടൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ട് പാട്. താവച്ച പാട്ടോ? ഒന്നിനാണോ പോയിട്ട്? ഒന്നിനു പോവില്ല. ഒരു മിനിറ്റ്. ലാലേട്ട ഫോണില് നോക്കി പാടാൻ പോകണം. മണിക്കൂടെ ശരിയാവില്ല. നമുക്ക് തുടങ്ങാം. ലാലേട്ടന്റെ ചിത്രത്തിലെ പാട്ട് തന്നെ വേണം. എന്താടി കാര്യം? നിങ്ങൾ ആ പിള്ളേരുടെ കൂടെ അന്താക്ഷരിയും കളിച്ചോണ്ടിരുന്നോ? എന്നെ കുറിച്ച് ഒരു ചിന്ത വേണ്ട. സത്യമായിട്ടും ഞാൻ നിന്നെ കുറിച്ച് ഇപ്പം ചിന്തിച്ചതേ ഉള്ളൂ. നീ താഴോട്ട് വാ, നമുക്ക് അന്താക്ഷരി കളിക്കാം. അന്താക്ഷരി കളിക്കാൻ പറ്റിയ പ്രായം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയോ? പിന്നെ ഓർമ്മയില്ലാതെ ആണോ? എന്നാ പറ. ഇന്നല്ലേ നിന്റെ അമ്മൂമ്മ മരിച്ച ദിവസം. എന്റെ വായിലിരിക്കുന്നത് കേക്കരുത് കേട്ടോ. എന്റെ ഈശ്വരോ, ഈ മരപ്പോത്തിനെയാണല്ലോ ഞാൻ പ്രേമിച്ചത്. അങ്ങനെയാണെങ്കിൽ എനിക്കും ഡയലോഗ് പറയാനുണ്ട്. അത് ഇതുപോലത്തെ ഒരു പിടിയാനിയാണല്ലോ ഞാൻ സ്നേഹിച്ചത്. വേണം, എനിക്കിത് തന്നെ വേണം. ഇത്രയും നല്ലൊരു ദിവസമായിട്ട് നിങ്ങളുടെ വായിന്ന് ഞാൻ ഇത് തന്നെ കേൾക്കണം. എന്റെ ബർത്ത്ഡേ പോലെ നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ മനുഷ്യ. അത് ഈ ദിവസമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഒരു ഡിയറും എനിക്ക് വേണ്ട നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ. ഈ വീട്ടില് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. നിനക്ക് എന്നോട് ഇച്ചിരി സംസാരിക്കണം അല്ലേ? അത് ഇന്ന് തന്നെ വേണം അല്ലേ? വേണം. ഞാൻ ശരിയാക്കി തരാം. നിന്റെ പിറന്നാളായിട്ട് നിന്റെ ഈ നിസ്സാര കാര്യം സഹായിച്ചു തന്നില്ലേ, പിന്നെ ഞാൻ എന്തിനാണായിട്ട് ജീവിച്ചിരിക്കണം ഇവിടെ?
നമുക്ക് ഇന്ന് ആ പിള്ളേരെ തന്തപ്പടിയൊക്കെ ഓടിച്ച് വെളിയിടാം. അതിനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. മാക്കൂ വെച്ചിട്ട് പൂടി. എനിക്ക് കിട്ടിയില്ല പാട്ട്. യൂട്യൂബ് നോക്കാവോ? അക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകില്ലാൻ കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളിക്കരയ്ക്ക്. കോയിലമാലി ഓലെ സമാലി, കോയിലമാലി ഓലെ സമാലി. കൊള്ളാം. അല്ല പിന്നെ നിങ്ങളെ ഏത് അക്ഷരത്തിന്റെ ആ പാട്ട് വേണമെന്ന്? ലാലേട്ടന്റെ താ വെച്ചിട്ട് അല്ലേ? താമര പൂവൽ ദേശാടന പക്ഷിയൊന്നുമല്ല. ദേശാടനമല്ല, പിന്നെ ഈ ഏതാണ്ടൊരു ഇതുണ്ടല്ലോ, ചന്ദ്രബാബു. ചന്ദ്രബാബു അല്ല, ചന്ദ്രലേഖ. പാട്ട് എനിക്കറിയാവുന്ന അടി ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടില്ലയോ. അതെ നേരത്തെ ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് പോണുണ്ടല്ലോ, ആരായിരുന്നു? ആരായിരുന്നു മാമ? അത് നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമ ഇവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ലാലേട്ടന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് എന്നെ വിളിച്ചത്. ലാലേട്ടന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ. തള്ളു എന്റെ ദൈവമേ, എനിക്ക് ഇതാണ് സഹിക്കാൻ തള്ളു. കാണിച്ചേരാ പടി, കാണിച്ചേരാ. എന്താണ്ടേ പഠിപ്പിച്ചുകൊടുത്തേ. നോക്ക്. ഞാനത് വേണ്ടാന്ന് നമ്മൾ താണ്ട. ഇതാരാ? ആൻഡോ ജോസഫ്. ആരാ? പ്രൊഡ്യൂസർ. കണ്ട മാമൻ. കൂടെ ആൻഡോ ജോസഫ്. കൂടെ നിൽക്കുന്ന ആരാ? മാമൻ. ആരാടി? മാമൻ. മാമന് ഈ ഞാൻ ആണോ? കൂടെ മറ്റേ നിൽക്കുന്ന മറ്റേ ആരാ? പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. മാമ. അതെ മാമ. ഈ സിനിമാക്കാരുമായിട്ടേ മാമന് ഇത്രയും പരിചയമുള്ള സ്ഥിതിക്ക് ലാലേട്ടനുമായിട്ടൊരു സെൽഫി എടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഒപ്പിച്ചേരോ? ഒപ്പിച്ചേരത്തില്ലടി. ഇത്ര നേരം നിനക്കൊക്കെ അതിന് പുച്ഛമായിരുന്നല്ലോ. ഇതുവരെ പറഞ്ഞോണ്ടിരുന്ന എന്താ? ഇപ്പൊ എന്റെ ഈ ഫോട്ടോ കണ്ടപ്പോഴാണല്ലോ നീയൊക്കെ വിശ്വസിച്ചത്. അത് മാമൻ സൂപ്പർ അല്ലേ മാമ? അതെ, തമാശക്കൊക്കെ ഇങ്ങനെ പറഞ്ഞോന്ന് വെച്ച് മാമ പ്ലീസ് മാമ ഒരു സെൽഫി മാമ പ്ലീസ്. നമ്മള് ബെസ്റ്റ് രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പോലെ. അതെ, നിങ്ങള് നല്ല രൂപത്തിലൊക്കെ എന്നോട് പെരുമാറുകയാണെങ്കിൽ വേറെ ഒരു കാര്യം ഇവിടെ ഞാൻ സാധിച്ചു തരും മക്കൾക്ക്. അതെ, ഇപ്പൊ ഈ ലാലേട്ടന്റെ ഫാൻസ് അസോസിയേഷൻ ഇല്ലേ, അവരിപ്പോ ഒരു മത്സരം നടത്തുന്നു. അതെന്നെ ആന്റണി വിളിച്ച് പറഞ്ഞ പെരുമ്പാവൂരി, ആന്റണി പെരുമ്പാവൂരി. ആ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലിന്റെ ചിത്രങ്ങളിലെ അതിനകത്തെ മോഹൻലാൽ അഭിനയിച്ച ഓരോരോ വേഷങ്ങൾ, മറ്റേ കൂളിംഗ് ഗ്ലാസ് ഇട്ടുണ്ട്, മറ്റേത് മറിച്ചത്, അതുപോലെ വേഷം കെട്ടിച്ചെല്ലുന്നവർക്ക് ഒരു മത്സരം. അത് ഈ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് വലിയ പ്രൈസ്. മോഹൻലാലിന്റെ കൂടെ 1 മണിക്കൂർ ചെലവഴിക്കാം. 1 മണിക്കൂർ മോഹൻലാലിന്റെ കൂടെ. ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി ചിലപ്പം ഒരു മത്സരം ഒഴിവാക്കി ചിലപ്പോ നിങ്ങളെ സെലക്ട് ചെയ്യുന്നു വരും. വിളിച്ചു പറയോ? നമുക്ക് പോവാം. അയ്യോ, പിന്നെയും രോഗി ഇച്ഛിച്ചതും വൈദ്യം കഴിച്ചൊന്നും പാല്. सौ साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा. 100 साल पहले.
അതേ നമ്മുടെ ആ തിരുവണ്ടികള് 2 സാധനങ്ങളില്ലയോ, അതുങ്ങള് രണ്ടുകൂടി ഇപ്പൊ വേഷവും കിട്ടി ഇങ്ങോട്ട് വരും ലാലേട്ടനെ കാണാനായിട്ട്. എനിക്കതല്ല, എന്റെ പുഴുങ്ങൻ അളിയനകത്തുണ്ടല്ലോ, അയാളെ ഞാൻ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന. അല്ല അണ്ണാ, ആ ലാലേട്ടൻ വരുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ലാലേട്ടനെ ഒന്ന് കാണണം, ഒന്ന് തൊടണം, എന്നിട്ട് ചത്താലും വേണ്ടില്ല. എടി തിരുവണ്ടി, അവരെ ഈ വീട്ടിൽ നിന്നൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞല്ലയോ? ആണോ? അത് നീ അങ്ങ് വിശ്വസിച്ചോ? അല്ല, എന്നാലും എന്റെ വലിയൊരു ആഗ്രഹം ലാലേട്ടനെ കാണണോന്ന്. ചെടി അതെ, നമ്മൾ ഈ സിനിമയെ കാണുന്നതിന്റെ കൂട്ടുള്ള സൗന്ദര്യം ഒന്നും അങ്ങേർക്കില്ല. കംപ്ലീറ്റ് മേക്കപ്പ് ഇല്ലയോ, കംപ്ലീറ്റ് മേക്കപ്പ്. അത് അണ്ണൻ അസൂയ. ആ അസൂയ. എടി ഞാനും അതുപോലെ മേക്കപ്പ് ചെയ്താൽ ഞാനും ലാലേട്ടൻ്റെ കൂട്ടിരിക്കും, അതറിയാവോ? അല്ല നിനക്കെന്താ ലാലേട്ടനുമായിട്ട് ബന്ധം? ലാലേട്ടനായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. ലാലേട്ടൻ നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമല്ലേ. ലാലേട്ടൻ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കാത്ത ആരുണ്ട് ഈ ലോകത്ത്? ഓ മാമാ, അയ്യോ, തോമ, ആട് തോമ, ഇതെന്റെ പുത്തൻ ഡ്രൈവൻ ക്ലാസ്. ഇത് ചവിട്ടി പൊടിച്ചതിന്റെ കാല് ഞാൻ വിട്ടു. ഉള്ളാടി സൂപ്പർ. മീശ്വരി ഏ അയ്യോ, ആഹാ, കൊള്ളാട്ടോ. നിനക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ്. എന്നാ ആ തൊളിയരിയട്ടെ കുറച്ചും കൂടെ ചരിയേ. അടിപൊളി. നിനക്ക് തന്നെ. അല്ല എന്തി മറ്റവൾ എന്ത് ചെയ്യും? റിങ്കി എന്ത് ചെയ്യും? അതിപ്പോ വരും. അല്ല പോണ്ട സമയമല്ലയോ? നോക്കിക്കോ. ആ ഒടിയാൻ കമ്മോൺ. എന്റെ കണ്ണിലേക്ക് നോക്ക്. നോക്കി. നീ ആ കുട്ടികളെ കാണുന്നുണ്ടോ? എന്റെ എത്ര കളി നീ കണ്ടിട്ടുള്ളതാ? ഒടുക്കത്തെ കളിയും കൂടി കണ്ടു നോക്ക്. ഞാനും ഉണ്ടേ. ഈ പിച്ചക്കാരനെ വീടിനകത്ത് പിടിച്ചു വെച്ചാരാ? പിച്ചക്കാരനാ? ഞാനേ കമലതലത്തിലെ നന്ദഗോപ മാഷിന്റെ വേഷമാണ്. അതെ, കുറച്ച് നാളത്തെ പ്രാക്ടീസിന്റെ കുറവുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. എന്തു ഇത്? ആനന്ദ നടനം ആടിനാൻ. അതെ, നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്നുണ്ട്, ഏതോ ഹസ്ത സ്തോ ദൃഷ്ടി, ഏതോ ദൃഷ്ടി സ്തോ മന, ഏതോ മന സ്തോ ഭാവ, ഏതോ ഭാവ സ്തോ രസ. എന്ന് വെച്ചാലേ കയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് ഭാവം, ഭാവം ഉണ്ടെങ്കിൽ രസം ഉണ്ടാക്കാൻ പറ്റൂ. നന്ദിയേശന്റെ അഭിനയ ദർപ്പണമാണ് നാട്യശാസ്ത്രത്തിൽ പറയണേന്. പിന്നൊരു കാര്യം പറയട്ടെ, ഒരു ബാങ്ക് ഓഫീസറായ ഞാൻ ഈ വേഷത്തിൽ കാണുമ്പോഴേ ലാലേട്ടൻ ഹാപ്പിയാവും. അല്ലെങ്കിൽ വ്യക്തി വേഷമാ. ബാങ്ക് ഓഫീസറെ കാട്ടി ഇതാ ചേരുന്നത്. അടിപൊളി. എന്നിലുള്ളൊരു നടനുണ്ട്. മക്കളും ഞാനും കൂടെ ചെല്ലുമ്പോഴേ ഉറപ്പാ കിട്ടും. കുറേ നേരം ലാലേട്ടനുമായിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം. പെട്ടെന്ന് സമയം കളയാ, പെട്ടെന്ന് ചെല്ല്. എന്റെ പേരൊന്ന് പറഞ്ഞാ മതി. ഒന്ന് പറഞ്ഞാ മതി. എന്റെ നാശില്ല. എന്നാ ചെല്ല്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല അളിയൻ വരുന്നില്ല? അല്ല എനിക്ക് വരാൻ പറ്റത്തില്ലേ, അത് വേറെ പ്രശ്നമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ലാലേട്ടനുമായിട്ടുള്ള ഒരു സൗന്ദര്യ പിണക്കത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിണക്കോ? അത് നമ്മുടെ പാലക്കാട് ഒറ്റപ്പാലത്തെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു, മറ്റേ വരിക്കാശ്ശേരി മനെ വെച്ച്. ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പം അത്യാവശ്യമായിട്ട് ലാലേട്ടന് കളരി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആള് വിട്ട് വിളിപ്പിച്ചായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് നേരിയൊരു ജലദോഷവും ഒരു ചെറിയൊരു പനിയും കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ശാരീരികമായിട്ടുള്ള അവശത വന്ന്, അപ്പൊ ആ ഒരു കണ്ടീഷനിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോയിരുന്നു. അയ്യോ, അത് ലാലേട്ടന് അത്ര പിടിച്ചില്ല.
അല്ല അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ആ പിണക്കം മാറ്റാം. അല്ലല്ല അത് ശരിയാകത്തില്ല. അത് ആ പണക്കത്തിന്റെ പേരിൽ ഞങ്ങൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സൗന്ദര്യപ്പണക്കേ ഉള്ളു. ഇപ്പൊ ചെല്ലുമ്പോ പിന്നെ കെട്ടിപ്പിടുത്തമായി, കരച്ചിലായി, വീച്ചിലായി. എന്തിനാ അങ്ങനെ ലാലേട്ട അഭിനയിച്ചോണ്ടിരിക്കുന്നത്? നമ്മളായിട്ട് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളില്ലേ? മാമാ ചെല്ല്. ഒരു ബെസ്റ്റ് വിഷസ് എങ്കിലും പറ. എന്തിനാ ഒന്നാക്കുന്നത്? 3 ബെസ്റ്റ് വിഷസ്. ബെസ്റ്റ് വിഷസ്. Thank you. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോയിട്ട് ടാറ്റാ. സമയം കളയണ്ട, പെട്ടെന്ന് നടന്നങ്ങോട്ട് നീങ്ങളിയാ. എന്തായിരുന്നു തള്ളി മറിച്ചത്? നിങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ വിശ്വസിക്കുന്നല്ലോ. എന്തൊരു മരമണ്ടന്മാരാ. നിങ്ങളൊക്കെ ഒരേ ഫാമിലി അല്ലേ? അല്ല, എന്റെ ഫാമിലി അല്ല, അളിയൻ വേറെ ഫാമിലി. ആ, സഹവാസം കൊണ്ട് വരുന്നതാ. അന്നാ എന്താ മാക്കൂ മാക്കൂ. ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ? സന്തോഷായി അണ്ണാ. നിന്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് വാങ്ങിച്ചു. നമ്മൾ ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കാൻ പോകുന്നു. ഇവിടെ മറ്റാരുമില്ല. ഈ മുറിക്കുള്ളിൽ നമ്മൾ രണ്ടുപേരും മാത്രം. ഹം തും ഏക് കമറേ മേ ബന്ദ് ഹോ. അണ്ണന്റെ കൈക്കൊക്കെ എന്തൊരു ഉറപ്പാ. അണ്ണന് മർമ്മ ചികിത്സ അറിയോ? അതാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഈ കളരിയാശന്മാർക്കൊക്കെ മർമ്മ ചികിത്സ അറിയാന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അറിയാണ്ടെങ്ങനെ ആരെങ്കിലും ദേഹത്ത് കൊണ്ടാലേ മാറ്റുവോ? രസികത്തി, കാക്കിക്കുള്ളിലെ കലാകാരി. അണ്ണാ, ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇത്രയും കാലം ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് കേക്ക് മുറിക്കാം. മധുരം കഴിക്കാൻ കൊതിയായി അല്ലേ? അതെ, അവര് വരുന്നതിന് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് തിന്ന് തീർക്കണം. അവര് വന്ന് കയറുമ്പോ ഒരു നേരിയ തെളിവ് പോലും അവശേഷിക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? സത്യം പറഞ്ഞല്ലേ തിരക്ക് അവിടെ എല്ലാം കിടന്ന് കറങ്ങായിരിക്കും. അല്ല അണ്ണാ, ഈ ഉത്സവത്തിന് പോണ പോലെ പോയര് മരണ വീട്ടിൽ വരുന്ന പോലെ വരുമല്ലോ. അത് ഓർത്തപ്പോ എനിക്കൊരു സങ്കടം. അതൊക്കെ നമ്മൾ എന്തിനാ ആലോചിക്കുന്നത്? കേക്ക് മുറിക്കാം, ഒരുമിച്ച് കേക്ക് മുറിക്കാം. മാമാ ഊട്ടിപ്പട്ടണം പോട്ടിക്കെട്ടണം ചുമ്മാ വാടാ. ഹൈ ഹൈ എങ്ക കെട്ടണം ചിങ്ക കെട്ടണം ചുമ്മാ ഇറടാ. ഹൈ ഹൈ ഊട്ടി എന്ത് കേക്ക് മാമാ മാമ പൂലിയല്ലേ മാമ? മാമ ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. എന്ത് മാമ എങ്ങനെ അറിയാം നമുക്ക് ഫസ്റ്റ് കിട്ടിയെന്ന്? എടി മക്കളെ, അത് ടിവിക്കാരും പത്രക്കാരും ഒക്കെ വന്നില്ലേ, നമ്മൾ ലാലേട്ടനോട് എങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവര് കണ്ടില്ലേ? അങ്ങനെ ആളെയും വാങ്ങിച്ചത് കേക്ക്. എനിക്ക് ഫസ്റ്റ് കിട്ടിയോ? കണ്ട ഞാൻ കിട്ടിയ പ്രൈസ് ട്രോഫി. ഇത് കണ്ടാ, ലാലേട്ടന്റെ കൂടെ ഒന്ന് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തേ. സെൽഫി എടുത്ത് കളിച്ചു കളിച്ചു നോക്ക്. കണ്ടാ? സൂപ്പർ അല്ലേ സിമ്പിൾ ആണെന്ന്. ലാലേട്ടാണോ തന്നെ ഒരു രക്ഷയല്ലോ. അയ്യോ, സിമ്പിള് മനുഷ്യൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്ര നേരം ഞങ്ങൾ സംസാരിച്ചെന്നറിയുമോ? ഇതൊക്കെ കണ്ടപ്പോ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒടിയുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു പെർഫോമൻസും കാണിച്ചു കൊടുത്തു. ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് സ്റ്റെപ്പൊക്കെ പറഞ്ഞു പിങ്കിമോളാണ്. ലാലേട്ടൻ ഹാപ്പി ആയി. അതെ, ഞങ്ങള് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് വരാം. അതാണ് അതൊരു തൊട്ടു പോയത്. ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ഓക്കെ. ഊട്ടിപ്പട്ടണം പോട്ടിക്കെട്ടണം ചുമ്മാ വാടാ. ഹൈ ഹൈ എങ്ക കെട്ടണം ചിങ്ക കെട്ടണം ചുമ്മാ ഇറടാ. ഹൈ ഹൈ. എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ഇല്ലാണ്ടാക്കിയത്, അതും എന്റെ ഈ ബർത്ത്ഡേയുടെ അന്ന്. ഞാൻ ഇത് ക്ഷമിക്കില്ല. എന്റെ ശ്രീകുട്ടി, ഞാൻ അറിഞ്ഞോ മോഹൻലാൽ ഇന്ന് ഇവിടെ കയറി വരുമെന്ന്? നിങ്ങൾ മനഃപൂർവ്വം എന്നോട് കള്ളം പറഞ്ഞതാ.
എന്റെ ലാലേട്ടനെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി മനപ്പൂർവ്വം പറഞ്ഞതാ. അപ്പൊ എന്നെ ഇങ്ങനെ എங்கே போக விட மாட்டேன். ஐயோ விநாயே, உனக்கு எவ்வளவு தைரியம் இருந்தா என் கண் முன்னாடி வந்து நிப்பே. இன்னைக்கு துர்காஷ்டமி, உன்னை கொன்னு உன் ரத்தத்தை ஊற்றி குடிச்சு உங்க